അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു റെഗുലറായിട്ടുള്ള ഒരു ഹെൽമെറ്റിനെ ഒരു ബ്ലൂടൂത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഹെൽമെറ്റാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ബ്ലൂടൂത്ത് ഹെൽമെറ്റിൻ്റെ റേറ്റ് ഒരു ഓൺലൈൻ സ്റ്റോറിൽ കയറി നോക്കി. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ്. അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല, ഒരു ഓൺലൈൻ സ്റ്റോറിൽ കയറി കുറച്ച് കമ്പോണൻസ് ഓർഡർ ചെയ്തു. പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ ഇതുണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കമ്പോണൻസ് എന്ന് വെച്ചാൽ ഹെൽമെറ്റിനകത്ത് വയ്ക്കാനുള്ള 2 സ്പീക്കറുകളാണ്. ഇത് ലോ വോൾട്ടിലെ സ്പീക്കറുകളാണ്. ഇതേപോലത്തെ ഒരു പഴയ ഹെഡ്സെറ്റിൽ നിന്ന് ഊരിയെടുത്ത 2 സ്പീക്കേഴ്സാണ്. പിന്നെ വേണ്ടത് 3.7 വോൾട്ട് 5000 mAh ചെറിയൊരു ബാറ്ററി. പിന്നെ വേണ്ടത് ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു TIPയുടെ ചാർജിങ് മൊഡ്യൂൾ. ഇതാണ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഇത് കണക്ട് ചെയ്താണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. ഇതാണ് ഫീമെയിൽ പിൻ സോക്കറ്റ്. ഇതൊരു സ്വിച്ചാണ്, ഇത് ടോഗിൾ സ്വിച്ചാണ്. അതിൽ 2 വയർ ഞാൻ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റിന് അകത്തൊരു പാഡിങ് കാണും. ഈ പാഡിങ് നമുക്ക് ഊരി മാറ്റണം. ഈ പാഡിങ്ങിനകത്താണ് നമ്മൾ ബാക്കി സർക്യൂട്ടൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. ആ ലോക്ക് പയ്യെ ഇളക്കിയാൽ തന്നെ ആ പാഡിങ് അങ്ങ് ഇളവി വന്നോളും. ഓൾമോസ്റ്റ് എല്ലാ ഹെൽമെറ്റിലും ഇതേപോലെ ഒരു പാഡിങ് ഇളക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാഡിങ് ഇളക്കിയാൽ അകത്ത് ഇതേപോലെ വെള്ള കളർ തെർമോക്കോൾ കാണും. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ TIPയുടെ ചാർജിങ് മൊഡ്യൂളും നമ്മൾ ഈ 3.7 ബാറ്ററി നമ്മൾ സോൾഡർ ചെയ്തിരിക്കുന്നതാണ്. TIP ചാർജിങ് മൊഡ്യൂളിൽ ബാറ്ററി നെഗറ്റീവിൽ ബാറ്ററിയുടെ ഗ്രൗണ്ടും, അതായത് ബ്ലാക്ക് വയറും, ബാറ്ററി പോസിറ്റീവ് എന്ന് പറയുന്ന പിന്നിൽ ബാറ്ററിയുടെ റെഡ് വയറും ചേർത്ത് സോൾഡർ ചെയ്ത് വയ്ക്കാം. ആ സോൾഡർ ചെയ്തതിനു ശേഷം നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂൾ എടുക്കുക. ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ 2 പിന്ന് കാണും, 5 വോൾട്ടും ഗ്രൗണ്ടും. ആ 5 വോൾട്ടും ഗ്രൗണ്ടിലും ഇതേപോലെ 2 വയർ എടുത്ത് നമുക്ക് സോൾഡർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ചാർജിങ് മൊഡ്യൂളിൽ പോസിറ്റീവും ഗ്രൗണ്ടും വയർ സോൾഡർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ചാർജിങ് മൊഡ്യൂളിൻ്റെ ഗ്രൗണ്ടിൽ ആ ഒരു വയറെ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടോഗിൾ സ്വിച്ച് എടുക്കുക. ടോഗിൾ സ്വിച്ചിൻ്റെ ഒരു ലെഗ് അതെടുത്ത് ചാർജിങ് മൊഡ്യൂളിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യുക. ഇതേപോലെ വച്ച് സോൾഡർ ചെയ്താൽ മതി. എന്നിട്ട് ടോഗിൾ സ്വിച്ചിൻ്റെ മറ്റേ എൻഡില്ലേ, ആ എൻഡ് എടുത്ത് നമ്മൾ ചാർജിങ് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ടിലോട്ട് ഇങ്ങനെ ജസ്റ്റ് സോൾഡർ ചെയ്തൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സർക്യൂട്ടിന് ഒരു സ്വിച്ച് ആയിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ഓഫ് ആക്കി നമുക്ക് ബ്ലൂടൂത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 സ്പീക്കറില്ലേ, ആ സ്പീക്കറിൻ്റെ ഒരു ലെഗ്, അതായത് ഒരു ഗ്രൗണ്ട് ലെഗ് എടുത്ത് ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഗ്രൗണ്ടിൽ ഇതേപോലെ വെച്ച് സോൾഡർ ചെയ്ത് വെക്കുക. ശ്രദ്ധിക്കുക, ബ്ലൂടൂത്ത് മൊഡ്യൂളിന് 3 പിൻസ് കാണും, ഗ്രൗണ്ട്, L ഔട്ട്, R ഔട്ട്. അപ്പോൾ ഒരു സ്പീക്കറിൻ്റെ ഒരു ലെഗ് എടുത്ത് ഗ്രൗണ്ടിൽ കൊടുക്കുക. എന്നിട്ട് സെയിം അതേപോലെ മറ്റേ സ്പീക്കറിൻ്റെ ഒരു ലെഗ്, അത് അതിൻ്റെ ഗ്രൗണ്ട് കണ്ടുപിടിച്ച് ആ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ സെയിം ഗ്രൗണ്ട്, മറ്റേ സ്പീക്കർ ഏത് ഗ്രൗണ്ടിലാണോ കൊടുക്കുക ആ ഗ്രൗണ്ടിൽ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് വെച്ച് സോൾഡർ ചെയ്യുക. ഇതേപോലെ സോൾഡർ ചെയ്തതിനു ശേഷം അടുത്തായിട്ട് ആദ്യം വെച്ച സ്പീക്കറില്ലേ, അതിൻ്റെ മറ്റേ വയർ, അത് പോസിറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾ ആ സ്പീക്കർ എവിടെയാണോ, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ വയ്ക്കുന്നതനുസരിച്ച് ആ ഒരു പോയിന്റിൽ, ഇതിപ്പോൾ അത് ലെഫ്റ്റ് സ്പീക്കർ ആണെങ്കിൽ ലെഫ്റ്റിൽ വെച്ച് സോൾഡർ ചെയ്ത് വയ്ക്കുക. ഇതേപോലെ സോൾഡർ ചെയ്ത് വെച്ചതിന് ശേഷം മറ്റേ സ്പീക്കർ എടുക്കുക. മറ്റേ സ്പീക്കറിൻ്റെ റൈറ്റ്, ആ റൈറ്റ് സ്പീക്കർ ആയിരിക്കും, അതിൻ്റെ മറ്റേ സ്പീക്കറിൻ്റെ ഇതെടുത്ത് റൈറ്റ് L ഔട്ടി കൊടുക്കുക. L ഔട്ടി വെച്ച് ഇതേപോലെ സോൾഡർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഇപ്പോൾ തന്നെ ഏകദേശം ആയി. അപ്പോൾ അടുത്തായിട്ട് നമ്മളിവിടെ ചാർജ് മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് പ്ലസും മൈനസും ഫ്രണ്ടിലത്തെ പോർഷൻ നോക്കി കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റായ സർക്യൂട്ട് ഒന്ന് ഓൺ ആക്കാം. നമ്മൾ സ്വിച്ച് ടോഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുക, സ്കാൻ ചെയ്യുക. അപ്പോൾ നമ്മളെ ഡിവൈസിൻ്റെ ബ്ലൂടൂത്ത് നെയിം, BTയിൽ തുടങ്ങുന്നൊരു നെയിം സ്ക്രീനിൽ കാണിക്കും. ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമ്മൾ പെയർ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്തതിന് ശേഷം നമ്മൾ ഡിവൈസ് ഇവിടെ സക്സസ്ഫുള്ളി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ സ്പീക്കർ ജസ്റ്റ് മൈക്കിൻ്റെ അടുത്തോട്ട് കാണിക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചെറിയൊരു ശബ്ദത്തിൽ കേൾക്കാം. അപ്പോൾ നമ്മൾ സർക്യൂട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് തന്നെ പാട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പാഡലൊക്കെ വെച്ച ഹെൽമെറ്റിലെ ആ ഹെൽമെറ്റിലൂടെ നമുക്കിന് സ്പീക്കറും ബാക്കി കമ്പോണൻസ് ബാറ്ററി എല്ലാം കൂടെ ഫിക്സ് ചെയ്ത് നോക്കാം. ഈ ചെവി വയ്ക്കുന്ന ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലൂടെ നമ്മൾ സ്പീക്കർ ഇളക്കി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് എല്ലാ കമ്പോണൻസും ആ തെർമോക്കോളിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇത് കയറി തട്ടാന്നുള്ള പേടിയൊന്നും വേണ്ട, കമ്പോണൻസ് ഒന്നും കയറി തട്ടത്തില്ല. അപ്പോൾ നമ്മൾ 2 സ്പീക്കർ ആ ചെവി വയ്ക്കുന്ന ആ സ്പേസിൽ അവിടോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഗ്ലൂ വെച്ച് വരുന്ന അത് അവിടെ തന്നെ ഇരുന്നോളും. ഇത് നമ്മൾ ചാർജ് സെക്ഷൻ. ഈ പോർട്ടിലോട്ട് കേബിൾ കുത്തിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നമ്മളെ ബാറ്ററി ലോ എന്ന് തോന്നി നമുക്ക് ചാർജ് ചെയ്യാം, വീണ്ടും റീയൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ചാർജിങ് പോർട്ടിലോട്ട് നമ്മൾ നോർമൽ ചാർജർ ഒന്ന് കുത്തി നോക്കിയാണ്.
നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആ സ്വിച്ച് ഓൺ ആയിരുന്നു. അല്ല, റെഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ലേ, അത് ചാർജ് കയറുന്നു എന്ന് സൂചിപ്പിക്കേണ്ട റെഡ് ഇൻഡിക്കേഷൻ. ആ റെഡ് ഇൻഡിക്കേഷൻ മാറി ബ്ലൂ ആയ ചാർജ് ഫുള്ളായി. ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എല്ലാം സെറ്റായി, നമ്മളെ പാഡും വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മൾ ആ ചാർജ് പോർട്ടില്ലേ, അത് ജസ്റ്റ് നമ്മൾ വേറൊരു ഹോളിൽ കൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിന് വേറെ ഗ്ലൂ അപ്ലൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, അതവിടെ നല്ല വയർ കറക്റ്റ് ലെങ്ത് ആയതുകൊണ്ട് അതവിടെ ഇരുന്നോളും. നമ്മൾ ജസ്റ്റ് നേരത്തെ പോലെ ചാർജറിന് കുത്തി നോക്കി, അപ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ആ ചെറിയൊരു റെഡ് കണ്ടില്ലേ, അത് നേരത്തെ കണ്ട റെഡ് ഇൻഡിക്കേഷനാണ്. അപ്പോൾ ചാർജ് ഇപ്പോൾ കയറാണ്, ചാർജ് ഫുള്ളായ ബ്ലൂ ആവും. ഇനി ലാസ്റ്റായിട്ട് നമുക്കൊന്ന് പാട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ആക്കുക, നമ്മൾ നേരത്തെ കണക്റ്റ് ആക്കിയ ഡിവൈസ്, ബീറ്റിൽ തുടങ്ങുന്ന ആ ഡിവൈസ് കണക്റ്റ് ആക്കുക. നമ്മൾ സക്സസ്ഫുള്ളി ഡിവൈസ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് സ്പോട്ടിഫൈ കയറി ഒരു പാട്ടിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ കോപ്പറേറ്റിന് വിഷയമുള്ളതാണ് പാട്ട് ഒരുപാട് നേരം കേൾപ്പിക്കാത്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.